ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS. പണ്ട് കാലം മുതൽക്കേ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ സ്വർണം അരച്ച് നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. 1000ഓളം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആയുർവേദ ആചാര്യന്മാർ കുഞ്ഞുങ്ങൾക്ക് സ്വർണം നൽകുന്നതിനെ പറ്റി നിർദ്ദേശിച്ചിരുന്നു. സ്വർണപ്രാശനം എന്ന പേരിലാണ് കശ്യപാചാര്യൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. 2 സന്ദർഭങ്ങളിലായിട്ടാണ് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ജാതകർമ്മ സംസ്കാരം, അതായത് ഒരു ന്യൂബോൺ കെയർ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഏതൊക്കെ തരത്തിൽ പരിചരണം നൽകണം എന്ന് പറയുന്ന ഭാഗത്ത്. മറ്റൊന്ന് ലേഹനകർമ്മ സംസ്കാരം, അതായത് സപ്ലിമെന്ററി ഫീഡ്സ് കൊടുക്കുന്നത്, പാലിന് പുറമെ കുഞ്ഞിന് പോഷണത്തിനായി എന്തൊക്കെ കൊടുക്കാം എന്ന് പറയുന്ന ഭാഗത്ത്. ഈ 2 സന്ദർഭങ്ങളിലാണ് ആചാര്യന്മാർ സ്വർണം കൊടുക്കുന്നതിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ശുദ്ധീകരിച്ചതും സംസ്കരിച്ചതുമായിട്ടുള്ള സ്വർണമാണ് ഉള്ളിൽ കഴിക്കാനായി ഉപയോഗിക്കുന്നത്. ഇത് കുട്ടികളുടെ ബുദ്ധിശക്തി, ദഹനം, ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം, ശാരീരിക ശേഷി, നിറം, പ്രത്യുൽപാദന ശേഷി, പ്രതിരോധ ശേഷി, ആയുസ് എന്നിവയെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഇതിനെ ഗ്രഹാപഹം എന്നുകൂടി നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് മൈക്രോ ഓർഗാനിസംസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നർത്ഥമാക്കുന്നു. 1 മാസക്കാലം തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ബുദ്ധിശക്തിയുള്ളവരും ആരോഗ്യമുള്ളവരും, അതായത് അസുഖങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെയും ഇരിക്കുന്നതാണ്. 6 മാസക്കാലം തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ കേട്ട മാത്രയിൽ തന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകുന്നു. സ്വർണപ്രാശനം കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടുന്ന എല്ലാ ഘടകങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ന്യൂബോൺ കെയർ പറയുന്ന ഭാഗത്ത് സുശ്രുതാചാര്യൻ വ്യക്തമായി പറയുന്നു, ആദ്യത്തെ 4 ദിവസം, പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 4 ദിവസം കുഞ്ഞിന് ആവശ്യമുള്ളത്ര ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ അമ്മയ്ക്ക് ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് കുഞ്ഞിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന നിലയിലും കുഞ്ഞിന് വേണ്ടുന്ന അവശ്യ പോഷകങ്ങളെല്ലാം കിട്ടണം എന്നുള്ള നിലയിലും സ്വർണം തേനും നെയ്യും ചേർത്ത് കൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നു. വാഗ്ഭടാചാര്യനും പച്ചമരുന്നുകളുടെ കൂടെ സ്വർണം ചേർത്ത് കൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വർണപ്രാശനം കുട്ടികളുടെ പോഷണം, ഉപാപചയം, വളർച്ചയും വികാസവും, ശാരീരിക ക്ഷമത, പ്രതിരോധ ശേഷി തുടങ്ങി എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നു. ശൈശവം മുതൽ 16 വയസ്സ് വരെ വളർച്ച വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സ്വർണപ്രാശനം കൊടുക്കണം.